സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എന്ത് തോന്നുന്നു? ഈ തരൂർ നിരന്തരം കോൺഗ്രസിനെ പ്രകോപനം ഉണ്ടാക്കി എന്നെ ഒന്ന് പുറത്താക്കൂ 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 എന്ന് ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ മിണ്ടാതെ മിണ്ടാതെ നിൽക്കുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ കോൺഗ്രസിന് ശത്രു കോൺഗ്രസ് തന്നെ. ഇന്ത്യയിൽ കോൺഗ്രസിന് അപജയം വരാൻ കാരണം കോൺഗ്രസ്സുകാരനാണ്, അല്ലാതെ CPM-ഓ BJP-യോ അല്ല. ഇവർക്ക് അധികാരം വേണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ശശി തരൂരിനെ കോൺഗ്രസ് വേണ്ടാന്ന് വെച്ചാൽ BJP-യിലേക്ക് തീർത്തും രാജിവെച്ച് പോകാം, ആരും തടുക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വെല്ലുവിളിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അത് കേൾക്കുന്ന ഈ താഴെക്കിടയിൽ കിടക്കുന്ന പ്രവർത്തകര് കുറെ പേര് വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസിന് അവര് തന്നെയാണ് ശത്രു. അപ്പൊ ഇത് മാറണം. പിന്നെ നമ്മൾ ഈ പൊതുവേദിയിൽ വിളിക്കുന്നതെല്ലാം നല്ല സൗഹൃദത്തോടെ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളി പാടില്ല. പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. ഇപ്പോ ആ വെല്ലുവിളി ഒന്ന് നിർത്തണം. എല്ലാവരും സുഹൃത്തുക്കളാണെന്നുള്ള ഒരു ചിന്തയിൽ വേണം നമ്മുടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. നമുക്ക് ഇതിനിടയിൽ ജനാർദ്ദൻ പിള്ളയാണ് ഹരിപ്പാട് നിന്നും. താങ്കളിലേക്ക് വരുന്ന മുമ്പ് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി നമുക്ക് വേഗത്തിലൊന്ന് വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ വായിക്കാതിരുന്നാൽ അവർ നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ. ഞാൻ വേഗത്തിൽ അതൊന്ന് വായിക്കാം. ക്ഷമിക്കണം, അതിലെ കമൻറ്റുകളുടെ ബോക്സ് എന്ന് വന്നു. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ഷിജു കിരിയത്ത് ചോദിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഹാവ് ദി കോൺഫിഡൻസ് ദാറ്റ് ശശി തരൂർ വിൽ നോട്ട് മൂവ് ടു അനദർ ഓർഗനൈസേഷൻ എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. സുനിൽകുമാർ പറയുന്നു നമസ്കാരമൊക്കെ പറയുന്നു. അതിനുശേഷം മേയറുടെ പഴയ വാർഡാണ് ജയിക്കാൻ, അത് മറ്റെന്തോ ജയകുമാർ മറ്റെന്തോ പറയുന്നതാണ്, അവർ തമ്മിലുള്ള പറച്ചിലാണ് എന്ന് തോന്നുന്നു. അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു നമസ്കാരം കിരൺ. സുനിൽകുമാർ, തരൂർ സത്യം പറയുന്നു, അത് കോൺഗ്രസ് അംഗീകരിക്കാനാവില്ലല്ലോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ശിവദാസൻ കോൺഗ്രസ് ആണെങ്കിലും സത്യം പറയുന്നു എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്തായ ആളാണ് ശിവദാസൻ, അപ്പോൾ ഇയാൾ ഇപ്പോഴാണ് പാസ്പോർട്ട് കാണുന്നത് എന്ന് തോന്നുന്നു ജയകുമാർ. നേരത്തെ പാസ്പോർട്ട് കണ്ടാൽ ആളുകൾ വിറയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ജയകുമാർ അങ്ങനെ പറഞ്ഞത്. നന്ദകുമാർ P പറയുന്നു മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസിലുള്ളവർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൂടെ? രാഷ്ട്രീയമായി മാത്രം രാജ്യത്തെ കാണണോ എന്ന് ചോദിക്കുന്നു. ശ്രീദേവി പറയുന്നു ശശി തരൂരിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ശ്രീദേവി പറയുന്നു. ശശി തരൂരിനെ പോലെ ഒരാളെ പാർട്ടിയിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് MP ആയി മത്സരിപ്പിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു, വീണ്ടും അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കുന്നു. അങ്ങനെയൊക്കെ വലിയ പ്രാധാന്യം നൽകിയ ഒരാളാണ് കോൺഗ്രസ്. ഇപ്പോൾ അധികാരമില്ലാത്ത കോൺഗ്രസിൽ ശശി തരൂരിനെ പ്രവർത്തക സമിതി അംഗമാക്കാനല്ലാതെ മന്ത്രിയാക്കാനും ഒന്നും കഴിയില്ലല്ലോ. ശശി തരൂർ എന്ന് പറയുന്നത് മോദിക്ക് വേണ്ടി സ്തുതിപാഠകനാണ് എന്ന് പറയുന്നു. ഗൗതം M പറയുന്നു. മനുസാറിന് എന്ത് പറ്റിയെന്ന് പറയുന്നു. മനു കുറച്ച് ദിവസം ലീവിലാണ് ശ്രീ സുനിൽകുമാർ. ഗൗതം പറയുന്നു AICC അംഗമാണല്ലോ ശശി തരൂർ, പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹത്തെ പുറത്താക്കാത്തത് അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുന്നു ജനം ഈ വിഷയത്തിൽ എന്ന് പറയുന്നു.